ഹായ് ഓൾ, വെൽക്കം ടു അവർ നെക്സ്റ്റ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് കോസ്റ്റിങ്ങിനകത്ത് വരുന്ന മറ്റൊരു ഏരിയയാണ് കോസ്റ്റ് ഷീറ്റ് വിത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്കാണ്. അതായത് സ്റ്റോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടെ വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളുടെ കോസ്റ്റ് ഷീറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് സ്റ്റോക്കുകളാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലാണ് ആദ്യത്തേത്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഈ റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക്, അത് നമ്മൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലെങ്കിൽ നമ്മളുടെ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഷീറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് വരിക. അവിടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കൂടെ പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസുകളും ആഡ് ചെയ്യും. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ടായിരിക്കില്ല. ഈ ഡയറക്റ്റ് മെറ്റീരിയലിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കൂടെ പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യുക. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അടുത്തത് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് റെഫേഴ്സ് ടു പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ്. പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ അഡ്ജസ്റ്റഡ് അറ്റ് ദി വർക്ക് കോസ്റ്റ് സ്റ്റേജ്. സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ വർക്ക് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യും. അതിനുശേഷം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുക. റിസൾട്ടൻ്റ് ഫിഗർ എന്ന് പറയുന്നത് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. So stock of finished goods are adjusted immediately after ascertaining the cost of production. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അസർട്ടൈൻ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിയതിന് ശേഷം അവിടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന് ആഡ് ചെയ്യുക. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഐറ്റമാണ് കിട്ടുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പിന്നീട് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെയാണ് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ കോസ്റ്റ് ഷീറ്റ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഷീറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും അതിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. ആ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നോർമലി നമ്മൾ ചെയ്യുന്ന ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുക. ആ സ്റ്റേജിൽ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ആഡ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ലെസ് ചെയ്യുക. നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലാണ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുക. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന പുതിയൊരു ഐറ്റമാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. ഇതാണ് സ്റ്റോക്ക് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോസ്റ്റ് ഷീറ്റിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക, സെയിം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. അത് ഏതൊക്കെ സ്റ്റേജുകളിലാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റത്തിന് ഏതൊക്കെ സ്റ്റേജിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലം നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദി ഇയർ എൻറ്റഡ് 31 December 2009 പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ആയിട്ടാണ് എമൗണ്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള എമൗണ്ടുകൾ ഓപ്പണിംഗ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് തരുന്നത് ക്ലോസിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഓപ്പണിങ്ങും തന്നിട്ടുണ്ട്, ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിങ്ങും ഉണ്ട്, ക്ലോസിങ്ങും ഉണ്ട്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിങ്ങും ഉണ്ട്, ക്ലോസിങ്ങും ഉണ്ട്. പിന്നെ വേജസ്, റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഫാക്ടറി ഓവർ ഹെഡ്,
ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, ഇത്രയും ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് റോ മെറ്റീരിയൽസിനെയാണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിങ്ങും നമുക്ക് തന്നിട്ടുണ്ട്, ക്ലോസിങ്ങും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നോക്കുക, ഇതിൽ ആദ്യം തന്നിരിക്കുന്നതാണ് ഓപ്പണിങ് 65,000 ഓപ്പണിംഗ് സ്റ്റോക്കാണ്, 76,000 ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 65,000 എടുക്കുക. അതിൻ്റെ കൂടെ ഈ വർഷത്തെ പർച്ചേസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ട് 3,15,000 തന്നിട്ടുണ്ട്. അതിനെ ഓപ്പണിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്യുക. കിട്ടിയ ഫിഗറിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് കിട്ടി. 3,04,000 ആണ് മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്യാം. 1,30,000 ആണ്. ഡയറക്റ്റ് എക്സ്പെൻസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000 ആണ്. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് 4,44,000 കിട്ടും. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യാം. ആ സ്റ്റേജിലാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്സിന് ആഡ് ചെയ്യേണ്ടത്. വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക 18,000. ദെൻ ഫിഗറിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുക. റിസൾട്ടൻ്റ് ഫിഗർ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടിയതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുക. ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും കിട്ടുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ അവിടെയാണ് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിനെ ലെസ് ചെയ്യുക. കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഐറ്റം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് മാത്രം എടുത്തിട്ടുള്ളത്, പെർ യൂണിറ്റ് എന്തുകൊണ്ട് കാണുന്നില്ല എന്ന്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ യൂണിറ്റ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇത്രയാണ് എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പെർ യൂണിറ്റിന് ഒരു കോളം കൂടെ പ്രൊവൈഡ് ചെയ്യണം. ഇനി എല്ലാം ടോട്ടലിൽ മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർ യൂണിറ്റ് കാണേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.